ഹായ്. അപ്പൊ ഡിജി ഫാമിലിയിലെ എല്ലാവർക്കും സ്വാഗതം. ഒരു ഓട്ടം വന്നതാണ്. അപ്പൊ സാറും മാഡം എന്നോട് പറഞ്ഞു നമ്മളൊരു സ്ഥലത്തേക്ക് പോകണ്ട്, കണ്ണം പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എവിടെയാണ് എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് എന്നോട് പറഞ്ഞത് നമ്മൾ ഗണപതി ക്ഷേത്രത്തിലേക്ക് പോണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഗണപതി ക്ഷേത്രം കുന്നംകുളത്തല്ലേ ഉള്ളൂ, വേറെ എവിടെയുള്ളതെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഫേമസ് ആയിട്ടുള്ള 2 ഗണപതി ക്ഷേത്രമാണ് ഉള്ളത് കേരളത്തില്. ഒന്ന് ഇവിടെ പഴവങ്ങാടി, പിന്നെ കൊട്ടാരക്കര. ഈ 2 ക്ഷേത്രങ്ങളാണ് ഗണപതി ക്ഷേത്രം ഫേമസ് ആയിട്ടുള്ള ഗണപതി ക്ഷേത്രം ഉള്ളത്. അത് നിനക്ക് അറിയില്ലെന്ന് ചോദിച്ചു. അപ്പൊ എന്നെ സംബന്ധിച്ചോളം എനിക്ക് പുതിയ അറിവാ. കാരണം ഞാൻ ആകെ ഗ്യാസിൽ ജോലി ചെയ്യണ സമയത്ത് ഇവിടെ കുന്നംകുളത്ത് ഗണപതി ക്ഷേത്രം ഉണ്ട്, അവിടെയാണ് ഞാൻ പോയിട്ടുള്ളത്. പിന്നെ നമ്മളെ ഒരുപാട് അമ്പലങ്ങളിൽ പോകുമ്പോ നമ്മള് ഗണപതിയുടെ സെപ്പറേറ്റ് പ്രതിഷ്ഠയാണ് കണ്ടിട്ടുള്ളത്. അതിന് ഗണപതി ക്ഷേത്രമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ കുന്നംകുളത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇത് കാണാനിടെ അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയപ്പോ ഞാൻ നമ്മുടെ കൂട്ടത്തില് നമ്മുടെ ഫാമിലിയിലുള്ളവരെ ഇത് അറിയിക്കണം എന്ന് തോന്നി. കുറെ ആൾക്കാർക്ക് അറിയായിരിക്കും കേട്ടോ. എന്നെ സംബന്ധിച്ചോളം എനിക്ക് പുതിയ അറിവ്, എന്നാ മറ്റുള്ളവർക്ക് അറിയായിരിക്കും. പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഗണപതി ക്ഷേത്രത്തിന്റെ ഉള്ളിലൊന്നും കയറിയിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നുള്ളത്, അത് ഒറ്റ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ കയറി വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ഞാൻ പുറമേ നിന്നുള്ളത് എടുത്തിട്ടുണ്ട്. അപ്പൊ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലും അതുപോലെ പോകാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി ഇവിടെ വന്നപ്പോ തന്നെ. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പൊ നമ്മളിതാ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ എത്തിയിട്ടാ. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു 11:30 കഴിഞ്ഞു. അപ്പോൾ 11:30 ആകുമ്പോഴേക്കും ഇവിടെ അടച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ എന്തായാലും വെയിറ്റ് ചെയ്തിട്ട് വൈകുന്നേരം ഒരു 5:30-6 മണിയാകുമ്പോൾ പോയി തൊഴാന്ന് വിചാരിച്ചു. പിന്നെ ആ സമയത്ത് വന്നിട്ടാണ് കേട്ടോ ഇപ്പോൾ ഈ വീഡിയോ എടുത്തതൊക്കെ. അപ്പോൾ നല്ല തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. സുഖമായിട്ട് തൊഴാൻ പറ്റിയിട്ട് ഇവിടെ വന്നിട്ട്. അപ്പോൾ അതൊരു പുതിയൊരു അനുഭവമായിരുന്നു കേട്ടോ. ഒരു പ്രത്യേക ഫീലായിരുന്നു ഇവിടെ വന്ന് തൊഴുതപ്പോൾ തന്നെ. മനസ്സ് നിറഞ്ഞ് തൊഴുത് പോരാൻ പറ്റി ഇവിടെ. അതേപോലെ തന്നെ അവിടെ വലിയൊരു കുളമുണ്ട് കേട്ടോ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ. അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. നോക്കിയേ, നല്ല വലിപ്പമുള്ളൊരു കുളമാണ്. ശരിക്കും കറക്റ്റ് ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ കുളം വരുന്നത്. പിന്നെ ഇവിടെ പൂജാ സാധനങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഭാഗത്തുള്ളത്. ഇവിടെ ഒരുപാട് ആൾക്കാർ പല പല വഴിപാടുകൾ കഴിക്കുന്നുണ്ട്. പക്ഷെ കൂടുതലും കണ്ടത് നാളികേരം ഉടയ്ക്കണ ഒരു ഇതാണ് കണ്ടത്. പിന്നെ ഇതാണ് കേട്ടോ കറക്റ്റ് ഫ്രണ്ട് വശം. ഇതിൽ നേരെ താഴത്തേക്ക് ഇറങ്ങുകയും ചെയ്യണത്. അതേപോലെ ഇത് നമ്മുടെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രമാണ് കേട്ടോ. അതായത് മെയിൻ ഹൈവേയിൽ തന്നെയാണ് കേട്ടോ ഇത് വരുന്നത്. വലിയ ക്ഷേത്രമാണ്. അതായത് എന്താ പറയുക, വണ്ടി പാർക്ക് ചെയ്യുന്ന കാര്യത്തിൽ മാത്രം ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ. നമ്മൾ പുറത്ത് അവിടുന്ന് കുറച്ചുകൂടി അങ്ങോട്ട് റൈറ്റ് സൈഡിലേക്ക് പോയാൽ അവിടെ പാർക്കിംഗ് ഉണ്ട്. അവിടെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ വരണം. അമ്പലത്തിനായിട്ടുള്ള പാർക്കിംഗ് അവിടെ ചുറ്റുമില്ല. അതായത് മെയിൻ ഹൈവേയിൽ തന്നെ ആയതുകൊണ്ടായിരിക്കാം. വലിയ അമ്പലമാണ് കേട്ടോ. ഒരു പ്രത്യേക ഒരു ഇതാണ് കേട്ടോ അവിടെ തൊഴാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞങ്ങൾ അവിടെ വേഗം തൊഴുതിറങ്ങി. പിന്നെ നേരെ പോയത് പത്മനാഭ ക്ഷേത്രത്തിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ ഒരു 10:15 ചെന്നു. ഒരു 15 മിനിറ്റ് ക്യൂ വന്നിട്ടുണ്ട് വന്നുള്ളൂ. 10:10 നട തുറന്നു. സുഖമായിട്ട് തൊഴാൻ പറ്റി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.